ഉടനടി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഹരിയാനയിലെ രാഷ്ട്രീയ കാലാവസ്ഥ എന്താണ്? കാറ്റെങ്ങോട്ടാണ് വീശുന്നത്? അതാണ് ഇപ്പോഴത്തെ ചിന്താ വിഷയം. നമുക്കറിയാം, ദേശീയ തലസ്ഥാന ടെറിട്ടറിയോട്, നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഡൽഹിയോട് വളരെ അടുത്ത് കിടക്കുന്ന സംസ്ഥാനം. ചെറിയ സംസ്ഥാനമാണ്, കേരളത്തെക്കാളൊക്കെ ജനസംഖ്യ ലേശം കുറവുള്ള സംസ്ഥാനമാണ്. 90 അംഗ നിയമസഭ. ആ നിയമസഭയിൽ ഭൂരിപക്ഷമുള്ള ഒരു സഖ്യ സർക്കാരായിരുന്നു ഭരിച്ചിരുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ മനോഹർലാൽ ഖട്ടറിൻ്റെ ഒരു സർക്കാർ ദീർഘകാലം 4.5 വർഷത്തോളം അധികാരത്തിലുണ്ടായിരുന്നു. ഖട്ടറിനെ മാറ്റി നൈബ് സിംഗ് സൈനി എന്ന പുതിയ മുഖ്യമന്ത്രി, OBC-കാരനായ പുതിയ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുപ്പിന് മുമ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് അവരോധിക്കുന്നത് നമ്മൾ കണ്ടു. ഒരു കൊയലീഷൻ ഗവൺമെന്റ് ആണെന്ന് പറയുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയും JJPയും ചേർന്ന ദുഷ്യന്ത് ചൗട്ടാലയുടെ നേതൃത്വത്തിൽ, ദേവിലാലിൻ്റെ പഴയ ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രിയായിരുന്ന ദേവിലാലിൻ്റെ മകൻ ചൗഥാലയുടെ മകൻ ദുഷ്യന്ത് ചൗട്ടാല നയിക്കുന്ന JJPയും ചേർന്ന ഒരു സഖ്യമാണ്. 40 സീറ്റ് BJPക്കും 10 സീറ്റ് JJPക്കും ലഭിച്ചപ്പോൾ 50 സീറ്റായി കംഫർട്ടബിളായ മാർജിനിൽ BJPക്ക്, അല്ലെങ്കിൽ ആ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞു. അത് മാത്രമല്ല, 2014ലെയും 2019ലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 10 ലോക്സഭാ സീറ്റുകളിൽ 10ഉം നേടിക്കൊണ്ട് BJPക്ക് വലിയ മുന്നേറ്റമാണ് ഹരിയാനയിൽ ഉണ്ടായത്. പക്ഷേ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്റ്റോക്ക് സ്വല്പം താഴേക്കാണ്. മാർക്കറ്റ് വാല്യൂവിൽ ഇടിവ് വന്നിരിക്കുന്നു. ഒരുപാട് കാരണങ്ങളുണ്ട്. ഒരുപക്ഷെ OBCയുടെ ചിന്താഗതിയിൽ വന്ന മാറ്റം, അതുകൊണ്ടാണ് ഒരു മനോഹർലാൽ ഖട്ടറിനെ മാറ്റി പുതിയ സൈനിയെ മുഖ്യമന്ത്രിയാക്കി ഒരു പരീക്ഷണം നടത്തി OBC വോട്ടുകളിലേക്ക് കടന്നു കയറാൻ വേണ്ടി. ജാട്ടുകളുടെ ഭാഗത്ത് വലിയ തോതിൽ പ്രക്ഷോഭം, ജാട്ട് സംവരണത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭം, അത് മാത്രമല്ല കർഷക പ്രക്ഷോഭത്തിൻ്റെ ഒരു വലിയ പങ്കം ജാട്ടുകളാണ്. ജാട്ട് കർഷകർ, ആ ജാട്ട് കർഷകർ വളരെ ഉശിരും വാശിയും വീറുമുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരുടെയൊക്കെ ഒരു സമ്മർദ്ദം, അത് ഒരുപക്ഷെ BJPക്ക് അനുകൂലമല്ല. BJP 2014-ലും 2019ലും ജാട്ടുകളെ ഒരുമിച്ച് നിർത്തിയെന്ന് ഓർക്കണം. അതിനുശേഷം ജാട്ടുകളുമായി ചെറിയ തോതിൽ തെറ്റി. അത് മാത്രമല്ല, രജപുത്തുകൾ BJPയുമായി ചില BJP നേതാക്കളുടെ അനവസരത്തിലുള്ള പ്രസ്താവനകളുടെ ഫലമായി രാജപുട്ടുകളും പ്രതിഷേധത്തിൻ്റെ പാതയിലാണ്. ഇതിനെല്ലാം മേലെയാണ് ഈ സൈന്യത്തിലേക്ക് അഗ്നിവീറുകളെ എടുക്കുന്ന പദ്ധതി, അഗ്നിപഥ് പദ്ധതി, അല്ലെ അഗ്നിവീറുകൾ എന്ന സങ്കല്പത്തെ ഹരിയാന വളരെ സംശയത്തോടു കൂടിയാണ് നോക്കുന്നത്. ഹരിയാനയിലെ ഓൾമോസ്റ്റ് എല്ലാ ഭവനങ്ങളിലും ഒരാളെങ്കിലും ഭാരത സൈന്യത്തിലുണ്ട്. ഇപ്പം കേരളത്തിലെ അവസ്ഥ എങ്ങനെയല്ല, നമുക്കൊരു അഗ്നിവീർ കാര്യമായ ചർച്ചാ വിഷയമാകുന്നില്ല കേരളത്തിൽ. പക്ഷേ ഹരിയാനയിൽ എങ്ങനല്ല, ഹരിയാനയിൽ വളരെ വൈകാരികമായ വിഷയമാണ്. അവർ ചെറുപ്പക്കാരായ ആളുകൾ കേരളത്തിൽ ഒക്കെ വെളിയിൽ പോകണം, കാനഡയിൽ പോകണം, അമേരിക്കയിൽ പോകണം, ഗൾഫിൽ പോകണം എന്ന് ചിന്തിക്കുമ്പോൾ അവർക്കെല്ലാം ഹരിയാനയിലെ ചെറുപ്പക്കാരുടെ പ്രധാന സ്വപ്നം ഇന്ത്യൻ സൈന്യത്തിലെ ഒരു സ്ഥിര ജോലിയാണ്. അപ്പം സ്ഥിര ജോലി മാറ്റി ഒരു കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ കാര്യമായ വേതനമൊന്നുമില്ലാതെ ഏതാനും വർഷത്തേക്ക് മാത്രമായ അഗ്നിവീർ പദ്ധതി അവരുടെ എല്ലാം സ്വപ്നത്തിന് മേൽ കരിനിഴൽ വിരിച്ചിരിക്കുകയാണ്. അത് ഒരു പരിധിവരെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് റിഫ്ലക്ട് ചെയ്യുകയും ചെയ്തു എന്നതാണ് വാസ്തവം. ഇതെല്ലാം പുറമെയാണ് ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധം. ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് എന്ന BJP MP, അദ്ദേഹം ഉത്തർപ്രദേശിൽ നിന്നുള്ള MP-യാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നതായി പറയപ്പെടുന്ന ഗുസ്തി താരങ്ങൾക്ക് നേരെ നടന്ന ലൈംഗികമായ ചൂഷണവും അതിക്രമവും, അത് വിനേഷ് ഫോഗട്ട് ഉൾപ്പെടെയുള്ള ആളുകൾ അത് ചൂണ്ടിക്കാട്ടി. സുശീൽ കുമാറും വിനേഷ് ഫോഗട്ടും അതുപോലെ ബോക്സിംഗ് വിജേന്ദ്ര സിംഗും ഇവരെല്ലാം ചൂണ്ടിക്കാട്ടിയ ആ വിഷയം ജന്തർ മന്ദറിൽ മാസങ്ങളോളം നീണ്ടുന്ന പ്രതിഷേധത്തിൻ്റെ വരുത്തി. അതിനോട് ഒരു തണുത്ത സമീപനമാണ് ദേശീയ സർക്കാർ, മോദി രണ്ടാമത്തെ സർക്കാർ സ്വീകരിച്ചത്. ഇപ്പോഴും ആ പ്രതിഷേധം പൂർണ്ണമായി അവസാനിച്ചു എന്ന് പറയാറായിട്ടില്ല. അത് മാത്രമല്ല, വിനേഷ് ഫോഗട്ടിന്റെ മെഡൽ വിവാദം, അത് വലിയ വൈകാരികമായ ചില തരംഗങ്ങൾ തന്നെയാണ് ഹരിയാനയിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. നമുക്കത് വിനേഷ് ഫോഗട്ടിന് മെഡൽ നഷ്ടപ്പെട്ടത് ഭാരപരിശോധനയിൽ കേവലം 100 ഗ്രാം ഭാരം കൂടി എന്ന കാരണത്താൽ അയോഗ്യയാക്കപ്പെട്ടു എന്നത്, അത് സാങ്കേതികമായി അതിനുള്ള യോഗ്യത വിനോദ് ഫോഗട്ടിന് തെളിയിക്കാനായില്ല. അതുകൊണ്ട് വിനേഷ് ഫോഗട്ടിന് അവസരം നഷ്ടപ്പെട്ടു, നിർഭാഗ്യകരം എന്ന് റെസ്റ്റ് ഓഫ് ഇന്ത്യ പറയുമ്പോൾ ഹരിയാന കുറച്ചുകൂടി വൈകാരികമായിട്ടാണ് പ്രതികരിക്കുന്നത്. വിനേഷ് ഫോഗട്ടിന് ഭാരം കൂടാനുള്ള, അല്ലെങ്കിൽ അത് ഭാരം ക്രമീകരിക്കുന്നതിന് ആ ടീമിന് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയാത്തതിന് പിന്നിൽ പോലും ഒരുപക്ഷെ വിനേഷ് ഫോഗട്ടിനെ എതിർക്കുന്ന
ചില കരങ്ങളില്ലേ, ഗുസ്തി ഫെഡറേഷനിലെ ചില ആളുകളുടെ കുൽസിതമായ പ്രവർത്തനങ്ങളില്ലേ എന്ന സംശയം അവിടെ ഉണ്ട്. ഇത് കേവലം സംശയങ്ങൾ മാത്രമാണ്. പക്ഷെ ഇത് വൈകാരികമായ ഒരു തലത്തിലേക്ക് മാറിയിരിക്കുന്ന രാഷ്ട്രീയ പ്രക്രിയത്തിന്, ഹരിയാനയുടെ രാഷ്ട്രീയ പ്രക്രിയത്തിനെ ബാധിക്കുന്ന രീതിയിലേക്ക് ആ വികാരം വളർന്നിരിക്കുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 90 സീറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. നമുക്കറിയാം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി ഉണ്ടായിരുന്നു ഹരിയാനയിൽ. കോൺഗ്രസ് പാർട്ടിയും ആം ആദ്മി പാർട്ടിയും സഖ്യമായി മത്സരിച്ചു. 9 സീറ്റുകൾ കോൺഗ്രസിനും 1 സീറ്റ് ആം ആദ്മി പാർട്ടിക്കും. ഇതായിരുന്നു സീറ്റ് ഷെയറിംഗ് ഫോർമുല. കുരുക്ഷേത്ര സീറ്റ് മാത്രം ആം ആദ്മി പാർട്ടി മത്സരിച്ചു. ആ സീറ്റിൽ അവർ പരാജയപ്പെടുകയും ചെയ്തു. പക്ഷേ കോൺഗ്രസ് മത്സരിച്ച 9 സീറ്റിൽ 5 സീറ്റിലും വിജയിച്ചു. ഓർക്കുക, കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ സംപൂജ്യരായിരുന്ന കോൺഗ്രസ് ഹരിയാനയിൽ അക്കൗണ്ട് തുറന്നത് മാത്രമല്ല, സാന്നിധ്യം വൻതോതിൽ അറിയിച്ചു. 50% സീറ്റുകൾ കോൺഗ്രസ് ലഭിച്ചിരിക്കുന്നു. 44% വോട്ട് ഷെയറാണ് കോൺഗ്രസിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. അത് 28-ൽ നിന്നും 44%-മായി കോൺഗ്രസിന്റെ സീറ്റ് ഷെയർ വളരുകയാണ്. BJPക്ക് ഉണ്ടായിരുന്ന 56-ൽ നിന്നും 44-ലേക്ക് BJP താഴുകയും ചെയ്തു. അതിൽ 90 നിയമസഭാ സെഗ്മെന്റുകളിൽ 90 മണ്ഡലങ്ങളാണല്ലോ നിയമസഭയിലേക്കുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് 10 ലോക്സഭാ മണ്ഡലങ്ങൾ, അത് 90 നിയമസഭാ മണ്ഡലങ്ങളായി ചിതറിക്കിടക്കുകയാണ്. ഈ 90 നിയമസഭാ മണ്ഡലങ്ങളുടെ കണക്കെടുക്കുമ്പോൾ അതിൽ ഏതാണ്ട് പപ്പാതി കോൺഗ്രസിനും BJPക്കുമായി വീതിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. 4 സീറ്റ് ആം ആദ്മി പാർട്ടി, കോൺഗ്രസുമായി സഖ്യമുള്ളത് കൊണ്ടാണ് 4 സീറ്റ് ആം ആദ്മി പാർട്ടി മുന്നിൽ നിൽക്കുന്നു. ഇവിടെ മത്സര സാധ്യതയുള്ളത് ചതുഷ്കോണ മത്സരത്തിനാണ്. നോക്കൂ, BJPയുമായ സഖ്യം JJP ഖണ്ഡിച്ചിരിക്കുന്നു. JJP പ്രാവശ്യം തെരഞ്ഞെടുപ്പിന് ഒറ്റക്ക് മത്സരിക്കാൻ പോവുകയാണ്. അവിടെ പഴയ ജാട്ട് മേഖലകളിൽ പണ്ട് ദേവിലാലിനുണ്ടായിരുന്ന സ്വാധീനം ഇപ്പോഴും ഒരു പരിധി വരെ JJPക്കുണ്ട്. ചില ഒറ്റപ്പെട്ട മേഖലകൾ, പ്രത്യേകിച്ചും റൂറൽ ബെൽറ്റിൽ ആ സ്വാധീനമുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് ഒരുപക്ഷെ ഏതാനും സീറ്റുകൾ നേടിയെടുക്കാൻ JJPക്ക് കഴിഞ്ഞേക്കാം. BJPയുള്ള സഖ്യം ഉപേക്ഷിക്കുമ്പോൾ BJPക്ക് അതിനുള്ള നഷ്ടമുണ്ടാകാം. പക്ഷെ BJPയുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സഖ്യം തകർന്നിരിക്കുന്നു. ഇപ്പോൾ അവിടെ ഇന്ത്യ മുന്നണിയില്ല. ആം ആദ്മി പാർട്ടി അവിടെ എല്ലാ സീറ്റിലും ഒറ്റയ്ക്ക് മത്സരിക്കും എന്നാണ് പുറമെ പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ കേജ്രിവാൾ ജയിലിൽ നിന്നും ജാമ്യം കിട്ടി ഇറങ്ങിയാൽ അത് മാറ്റം വന്നേക്കാം എന്ന രീതിയിലുള്ള സൂചനകൾ മനീഷ് സിസോദിയ, ഡൽഹി ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയയുടെ ഭാഗത്ത്, അദ്ദേഹം ഈ അടുത്ത കാലത്ത് ജാമ്യം കിട്ടി ഇറങ്ങി, മനീഷ് സിസോദിയയുടെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷേ അത് സാധിക്കുമെന്ന് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ BJP, കോൺഗ്രസ്, JJP ആൻഡ് AAP ഈ 4 കക്ഷികൾ മത്സരിക്കും. അനേക ചെറുകക്ഷികളുമുണ്ട്. അങ്ങനെ വന്നാൽ ഒന്നുകിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ചെറിയ എഡ്ജ് ഉണ്ടാവും. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മനസ്സിലായി മോദി ഫാക്ടർ ഒരു പരിധിയിൽ കൂടുതൽ ഹരിയാനയിൽ ചെലവാകില്ല എന്ന് മനസ്സിലായി. UP മോദി തന്നെ മത്സരിച്ച UPയിൽ അയോധ്യ രാമക്ഷേത്രത്തിന്റെ പിൻബലമുണ്ടായിട്ട് പോലും BJPക്ക് ഇന്ത്യ മുന്നണിയേക്കാൾ പിന്നോട്ട് പോകേണ്ടി വന്നു. അതുകൊണ്ട് ഈ മൊത്തത്തിലുള്ള ഇന്ത്യ ഹൃദയഭൂമിയിലെ മധ്യപ്രദേശും രാജസ്ഥാനും ഒഴിച്ചു നിർത്തിയാൽ ഉത്തർപ്രദേശ് ഹരിയാന ബെൽറ്റിലെ രാഷ്ട്രീയ കാലാവസ്ഥ മാറിയിരിക്കുന്നു. ഡൽഹി BJPക്ക് തന്നെയാണ് നിർണായക സാന്നിധ്യം എന്ന് സമ്മതിക്കുമ്പോൾ തന്നെ ഹരിയാനയിലെയും ഉത്തർപ്രദേശിലെയും രാഷ്ട്രീയ സാഹചര്യത്തിൽ മാറ്റം വന്നിരിക്കുന്നു. അവിടെ റൂറൽ ഹരിയാനയിൽ BJPക്ക് കാലിടാനുള്ള എല്ലാ സാഹചര്യവും തെളിയുന്നു. കാരണം കർഷകരുടെ പ്രക്ഷോഭം ആകട്ടെ, അവരുടെ താങ്ങുവില ഇതുവരെ പുനഃസ്ഥാപിച്ചിട്ടില്ല. അല്ലെങ്കിൽ ആ പ്രോമിസ് വന്നത് കുറച്ച് കാര്യങ്ങളെ കൂടെ മിനിമം സപ്പോർട്ട് പ്രൈസ് എന്നതിൽ കുറച്ച് പ്രോഡക്ട്സിനെ ഉൾപ്പെടുത്തിയപ്പോഴും ഹരിയാനയിലെ കർഷകർ, പ്രത്യേകിച്ചും ജാട്ട് കർഷകർ കൃഷി ചെയ്യുന്ന വിളകളൊന്നും തന്നെ അതിനകത്ത് ഉൾപ്പെട്ടില്ല. അതുകൊണ്ട് ആ പ്രക്ഷോഭം ഇപ്പോഴുമുണ്ട്. അതിനെ കൈകാര്യം ചെയ്ത രീതിയോട് കേന്ദ്ര ഗവൺമെന്റ് ഹരിയാനയിലെ ജാട്ട് പ്രക്ഷോഭകാരികളോട് അല്ലെങ്കിൽ കർഷക പ്രക്ഷോഭകാരികളെ കൈകാര്യം ചെയ്ത രീതിയിൽ, അല്ലെങ്കിൽ ഡൽഹിയിലേക്ക് നടത്തിയ മാർച്ചിനെ കൈകാര്യം ചെയ്ത രീതിയിലൊക്കെ അതിശക്തമായ പ്രതിഷേധം ഹരിയാനയിലുണ്ട്. പഞ്ചാബിലും അതേ പ്രതിഷേധം തന്നെയുണ്ട്. അപ്പോൾ പഞ്ചാബിലെ പോലെയുള്ള രാഷ്ട്രീയ കാലാവസ്ഥ ഹരിയാനയിലും രൂപപ്പെട്ടിരിക്കുന്നു. അത് തീർച്ചയായും BJPക്ക് തിരിച്ചടി തന്നെയാണ്. പക്ഷെ അർബൻ മേഖലകളിൽ BJP ഇപ്പോഴും സ്വാധീനം നിലനിർത്തുന്നു. അവിടെ മോദി ഫാക്ടറും ഡെവലപ്മെന്റ് ഫാക്ടറും സ്റ്റെബിലിറ്റി ഫാക്ടറും എല്ലാം തന്നെ ഇന്ത്യ മുന്നണിയെ വിശ്വസിച്ച് ഭരണമേൽപ്പിക്കാൻ പറ്റില്ല എന്നൊരു ചിന്ത അർബൻ മേഖലകളിലുണ്ട്. അർബൻ മിഡിൽ ക്ലാസിന്റെ ഭാഗത്തുണ്ട്. പക്ഷേ റൂറൽ ഹരിയാനയിലാണ് കൂടുതലും സംവിധായകരുള്ളത്. അതുകൊണ്ട് സ്വാഭാവികമായും ഭാരതീയ ജനതാ പാർട്ടിയുടെ അപ്രമാദിത്വം ഇപ്രാവശ്യം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. വർദ്ധിത വീര്യത്തോടുകൂടി കോൺഗ്രസ് പൊരുതുന്ന ഒരു കാഴ്ച കാണുന്നു. കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ് ഭൂപീന്ദർ സിംഗ് ഹൂഡ
വലിയ തോതിലുള്ള റാലികളാണ്. ഏതാണ്ട് ഒരു ദിവസം തന്നെ 2-3 റാലികൾ നടത്തുന്നു. കോൺഗ്രസിന് നല്ല നേതൃത്വമുണ്ട്. രൺദീർ സിംഗ് സുർജേവാലയുടെ സ്ഥലമാണ്. കുമാരി ഷെൽജ, ഒരു ദളിത് നേതാവ് കൂടിയായ കുമാരി ഷെൽജ ഉയർന്നു വരുന്ന കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ. കോൺഗ്രസിൽ ഹൂഡ, ഷെൽജ, ഹർദീപ് സിംഗ് സുർജേവാല ഇവരുടെയൊക്കെ നേതൃത്വവും ഒക്കെ വലിയ മുതൽക്കൂട്ട് തന്നെയാണ്. പക്ഷേ കോൺഗ്രസ് പാർട്ടിയിൽ പഴയ പോലെ തന്നെ എക്കാലത്തും ഉള്ളതുപോലെ തന്നെ പടലപിണക്കങ്ങളുണ്ട്. പക്ഷെ മറുപക്ഷത്തും BJPക്കുള്ളിലും പടലപിണക്കങ്ങളുണ്ട്. BJPയുടെ അനിൽ വിജ് എന്ന സീനിയർ സാമാജികന് മന്ത്രിസ്ഥാനം ലഭിച്ചില്ല, ഉദ്ദേശിക്കുന്ന വകുപ്പ് ലഭിച്ചില്ല എന്ന പരാതികളൊക്കെ ഉണ്ട്. അപ്പം രണ്ട് ഭാഗത്തും പടലപിണക്കങ്ങളുണ്ട്. അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരവും ഞാൻ നേരത്തെ സൂചിപ്പിച്ച ജാട്ടുകൾ, രജപുത്തുകൾ അവരുടെ മനോഭാവത്തിൽ വന്ന മാറ്റവും കർഷക പ്രക്ഷോഭത്തിന്റെ അലയൊലികളും അതൊക്കെ പുറമെ തന്നെ ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധവും എല്ലാം തന്നെ ചേരുമ്പോൾ അത്ര സുഖകരമായ ഒരവസ്ഥയിലല്ല ഭാരതീയ ജനതാ പാർട്ടി ഇപ്പോൾ ഹരിയാനയിൽ. അതുകൊണ്ട് ഒന്നുകിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ചെറിയ മേൽക്കൈയുള്ള ഒരു ഇലക്ഷൻ റിസൾട്ട് വരാം, അല്ല എങ്കിൽ തൂക്ക് സഭ, കാശ്മീരിലെ പോലെ തന്നെ ഒരു തൂക്ക് സഭ വരാനുള്ള സാധ്യത ഹരിയാനയിലുണ്ട്.